ക്ലീനിങ്ങാണ്. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട് ഒന്ന് വൃത്തികേടായ ബുദ്ധിമുട്ടാണ്. യാത്രയൊക്കെ കഴിഞ്ഞത് അത്യാവശ്യം ഡസ്റ്റും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എപ്പോഴും തൂത്ത് നമ്മളുള്ള സമയം ക്ലിയർ ചെയ്ത് ഇടുന്നതുകൊണ്ട് അതങ്ങനെ നല്ല രീതിക്ക് കിടക്കും. പക്ഷേ യാത്രയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ 2-3 ദിവസമൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ വരുമ്പോൾ അത്യാവശ്യം ഡേർട്ടിയായിട്ട് കിടക്കുന്ന കാണുമ്പോൾ വിഷമമാണ്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന, അതിപ്പോൾ റെൻറ്റിനായാലും അല്ലാണ്ട് സ്വന്തം വീടായിരുന്നാലും അവിടെ വന്ന് നിൽക്കുന്ന ഒരു ഫ്രീ മൈൻഡ് ഒരിടവും കിട്ടാൻ പോകുന്നില്ല. എനിക്കങ്ങനെ ഇപ്പോൾ ഇത്രയും ദിവസം ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയായിരുന്നു. അത് കഴിഞ്ഞത് ഞാനും കുഞ്ഞുങ്ങളുമായിട്ട് ഒക്കെ ഒന്ന് കഴിഞ്ഞു, യാത്രയൊക്കെ ഒന്ന് കഴിഞ്ഞ് വന്നപ്പോൾ ഇന്ന് ഒരു 3:30 എത്തിയ സമയം മുതലുള്ള ജോലികളായി നടക്കുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യാതിരുന്നാൽ പിന്നെ അത് പറ്റത്തില്ല. കാരണം പോയ സമയത്ത് കംപ്ലീറ്റ് എല്ലാം ഫ്രിഡ്ജിൽ നിന്നെല്ലാം ഫുൾ കാലിയാക്കി ഇട്ടിട്ടാണ് പോയത്. ഇനിയിപ്പോൾ എല്ലാം മേടിച്ച് ഫില്ല് ചെയ്യണം. എല്ലായിടമൊക്കെ തൂത്തു, ഈശോയ്ക്ക് വിളക്കും വെച്ചു. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആവണം, വീണ്ടും ബാക്ക് ടു അവർ ലൈഫ്. അതിനോടുള്ള ഒരു ഇതൊന്നും വേറെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോയാലും കിട്ടത്തില്ല. ഇതൊരു പ്രത്യേകതയാണ്. കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തു. പിന്നെ എപ്പോഴും എനിക്കിങ്ങനെ ഞാനുള്ള സമയം കംപ്ലീറ്റ് അത് ക്ലീനാക്കി ഇടുന്ന കാരണം ചെറിയൊരു ഡസ്റ്റ് വന്നാൽ പോലും എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനാണ്. അപ്പം അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അന്ന് പിന്നെ തൂത്ത് തുടച്ചെല്ലാം ഒക്കെ ചെയ്തിട്ട് പോയി. പക്ഷേ ഒരു 3-4 ദിവസം അടച്ചിട്ടേൻ്റെ ആ ഒരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യാത്ര കഴിഞ്ഞുള്ള വീട്ടിലേക്ക് വരവും കുഞ്ഞ് ജോലിയും ക്ലീനിങ്ങുമാണ്. ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അലക്കി എല്ലാം ഇട്ടു. ഞങ്ങൾ വന്ന സമയത്ത് ഇട്ടുകൊണ്ട് പോയതുമെല്ലാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞു. പിന്നെയുള്ള ഒരു കാര്യം, ഞാനിങ്ങനെ പോയിട്ട് വന്നപ്പോൾ അഗസ്തിപ്പൂ ഒരു കുഞ്ഞു ചെടിയായിട്ട് നട്ടതാണ്. അപ്പം അത്യാവശ്യം നമുക്ക് വേണ്ട പൂവെല്ലാം ഇതിലൊരു തോരൻ വെക്കാനുള്ള കിട്ടും. പിന്നെ പനിക്കൂർക്ക. ഇവിടെ അത്യാവശ്യം ഇതെല്ലാം പെട്ടെന്ന് സെറ്റായി വെച്ച് പിടിപ്പിച്ചു. ഇത്രയും ദിവസം കാണാതെ ഒരാളിന്ന് പരിഭവമൊക്കെ പറഞ്ഞ് അകത്ത് വന്ന് കുറേ നേരമൊക്കെ ഇരുന്നിട്ട് ഇപ്പോൾ അവിടെ ഒരു എലിയുണ്ട്. ആ എലിയെ നോക്കിയിരിക്കുക. ഞാൻ ഓർത്ത് കുറേ ആയി ഓരോ വീഡിയോ ഒക്കെ എടുത്തിട്ട്. അങ്ങനെ ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ, യാത്ര കഴിഞ്ഞുള്ള വരവും അതിലെ കുറച്ച് ക്ലീനിങ്സും.